കാരണം ഷാജി ഇപ്പം ഒരു വശത്ത് ഇഡിയുടെ അന്വേഷണത്തിന്റെ അകപ്പെട്ട് നിൽക്കുന്നു. +2 കൊലക്കേസിൽ ഇഡിക്ക് തിരിച്ചടി. KM ഷാജിക്കെതിരെയുള്ള ഇഡി നടപടി ഹൈക്കോടതി റദ്ദാക്കിയേക്കും. മറുവശത്ത് വിജിലൻസുമായി ബന്ധപ്പെട്ട ഈ പുത്തൻ അന്വേഷണങ്ങൾ നിൽക്കുന്നു. മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിക്കെതിരായി വിജിലൻസ് FIR ഹൈക്കോടതി റദ്ദാക്കി. കേസ് നിലനിൽക്കില്ല എന്ന ഷാജിയുടെ വാദം അംഗീകരിച്ചാണ്. അവിടെയെല്ലാം വ്യക്തമായി കാരണങ്ങൾ കാണിക്കാൻ കഴിയാത്ത തരത്തിൽ അദ്ദേഹം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിവരങ്ങളും രേഖകളും ഇഡിക്ക് കൈമാറിയതായി KM ഷാജി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ കൈമാറുമെന്ന് ഷാജി പറഞ്ഞു. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ പണത്തിന്റെ സോഴ്സ് കാണിക്കാൻ പറ്റുന്നില്ല. 24 മണിക്കൂറല്ല 240 മണിക്കൂർ കഴിഞ്ഞാലും കാണിക്കാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട്. കേസിൽ പണം പിടിച്ചെടുത്തതിൽ വിജിലൻസിന് തിരിച്ചടി. വിജിലൻസ് പിടിച്ചെടുത്ത 47 ലക്ഷം രൂപ തിരികെ നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ആ കേസ് ഞാൻ തീർപ്പാക്കിയതാണല്ല. നിങ്ങൾ എനിക്കെതിരെ ഇട്ട മുഴുവൻ കേസുകളും കോടതിയിൽ പോയി പിൻവലിപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇതുപോലെ നിൽക്കുന്നത്. അൻവറിനറിയോ? നിങ്ങൾ പേടിപ്പിച്ചത് മുട്ടുപറക്കലോടൊന്നല്ല. ആളെയും തരവും നോക്കി കളിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ പിണറായി വിജയനോട് കളിക്ക്. അതാ നന്നാവുക, അതാ കുറച്ചുകൂടെ നന്നാവുക. നീയൊക്കെ കണ്ടുരുട്ടി നോക്കുമ്പോ മൂത്രമൊഴിച്ചു പോകുന്ന പാർട്ടി സഖാക്കളും നോക്ക് കൂടിക്കാറുണ്ടോ? ഇത് ജനുസ് വേറെയാണോ? ഇത് ജനുസ് വേറെയാണ്. നിനക്ക് അറിയാത്തത് കൊണ്ടാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യമായോ? CPM-കാരാ ആള് മാറിപ്പോയി എന്ന്. നിങ്ങൾക്ക് ആള് മാറിപ്പോയി എന്ന്. പോലീസിനെ കാണുമ്പോ മുട്ടുപറച്ചിട്ട് കേന്ദ്രത്തിലെ ഇഡി വരുമ്പോ നിങ്ങൾ എന്താ കരുതിയത്? എന്നെ തൂക്കൂല, നിങ്ങൾക്കറിയാം. എന്നെ അങ്ങോട്ട് മൂക്കിലൊന്നും വലിക്കൂല. അതിനെ പറ്റിയ മൂക്കൊന്നും നിങ്ങൾക്ക് ഇല്ലാന്നും നിങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. നിങ്ങൾ എന്താ വിചാരിച്ചത്? തോന്നുന്ന കേസൊക്കെ എന്റെ പുറത്തെത്താൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്നവനാണെന്നോ? നട്ടല്ല പുറത്തുള്ളത്, എഴുന്നേറ്റ് തന്നെ നിൽക്കും. മനസ്സിലായിക്കോങ്ങള്. ആരുടെ മുമ്പിൽ? ഈ ജാതി തെമ്മാടി കൂട്ടങ്ങളുടെ മുമ്പിൽ നാവ് തുറന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നാവ് നമുക്ക്? ഇവന്റെ മുമ്പിലൊക്കെ ഇങ്ങനെ നേരെ നിന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നടുപ്പുറത്ത് നട്ടല് എന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക.